മഹാബലേശ്വറിനടുത്തുള്ള എലിഫന്റ് ഹെഡ് പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണിത്. പശ്ചിമഘട്ടത്തിലെ ഒരു ഭാഗമാണിത്. മഹാരാഷ്ട്രയിലെ നമ്മളെ പോലെ തന്നെ സഹ്യാദ്രി എന്നാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1250 മീറ്റർ ഉയരത്തിലുള്ളൊരു കുന്നാണിത്. താഴ്വാരങ്ങളിൽ കുറച്ച് അരുവികൾ കാണാം. അത് കൃഷ്ണാനദിയിലേക്കുള്ള അരുവികളാണ്. അഥവാ കൃഷ്ണാനദിയുടെ ചില പോഷക നദികളാണത്. ഒരു ആനയുടെ മസ്തകം പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ഈ കുന്നിൻ്റെ ഒരറ്റം കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് എലിഫന്റ് ഹെഡ് പോയിന്റ് എന്നൊരു പേര് വന്നത്. മഹാബലേശ്വർ ടൗണിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 5 കിലോമീറ്ററിൽ താഴെയാണ്. പാർക്കിംഗ് സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ നടന്നാലാണ് ഇവിടേക്ക് എത്തുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന സ്ഥലം ലുഡ്വിഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ബ്രിട്ടീഷുകാരനായ പീറ്റർ ലുഡ്വിഗിൻ്റെ പേരിലാണ് ഈ സ്ഥലം നാമകരണം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാപിച്ച ഒരു സ്തൂപം ഇവിടെ കാണാം. 1824 ഇവിടെ എത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് പീറ്റർ ലുഡ്വിഗ് എന്നാണ് പറയുന്നത്. ഒരു ബോർഡ് അതിനെ സംബന്ധിച്ച് ഇവിടെ കാണാം. ഇവിടെ നോക്കുമ്പോൾ ഈ പശ്ചിമഘട്ടത്തിലെ മറ്റ് മലനിരകളാണ് ഈ കാണുന്നത്. കുറച്ച് നമ്മൾ മൺസൂൺ കാലത്തിന് ശേഷം വരികയാണെങ്കിൽ കുറച്ചും കൂടി പച്ചപ്പൊക്കെ ഉണ്ടാവും. നടക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു ഹാൻഡ് റെയിലൊക്കെ ഉള്ള ഒരു സംവിധാനം ഇവിടെ ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. കുന്നിൻ്റെ അറ്റത്തേക്ക് നടക്കാനുള്ള. നമ്മൾ അറ്റത്തേക്ക് നടക്കുമ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. ഒരു സർക്കിൾ പോലെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അവിടെ കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ആ മസ്തകം പോലുള്ള ഭാഗം നേരത്തെ കാണിച്ചതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ചുറ്റുമുള്ള മലനിരകളും വെസ്റ്റേൺ ഗട്ട്സിലെ. ഇത് മഹാബലേശ്വറിൽ തന്നെയുള്ള മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ഇതിലും എലിഫന്റ് ഹെഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. കെയ്റ്റ്സ് പോയിന്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റിൻ്റെ അടുത്താണിത്. ഇതിലാണ് ആനയുടെ തലയൊക്കെ തുമ്പിക്കയൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നത്. ഇത് ലുഡ്വിഗ് പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്നാലാണ് ഇത് കാണാൻ കഴിയുക. ഇതിന് നീഡിൽ ഹോൾ വ്യൂ പോയിന്റ് എന്നൊരു പേരും കൂടെ ഉണ്ട്.